നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നില്ല ഗിരിയേട്ട. നിങ്ങൾ മിനിമം അതെങ്കിലും ചെയ്യണമായിരുന്നു. ഞാൻ എന്ത് ചെയ്തില്ലെന്ന്, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സ്വാർത്ഥനാണ് മഹാലക്ഷ്മി അമ്മയുടെ മകൻ. ഇങ്ങനൊരു മകൻ ആ അമ്മയുടെ വയറ്റിൽ എങ്ങനെ ജനിച്ചു എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എന്നെ കളഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന അവരാണ്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നടന്ന ഒരു കാര്യത്തിന് നീ എങ്ങനെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ളവര് തന്നെയാണ് ആ അമ്മ എവിടുത്തെ തുരത്തി ഓടിച്ചത്. അവര് തന്നെയാണ് ഇത്രയും കാലവും ഞങ്ങളുടെ സമാധാനം ഇല്ലാതാക്കിയത്. അവര് തന്നെയാണ് ഇപ്പൊ അമ്മയെ കൊണ്ടുപോയത്. ആരാ മോളെ ഇതൊക്കെ ചെയ്തേ? എല്ലാത്തിനും കാരണക്കാരി അവരൊരാളാണ്, അനുരാധ. ഇത് ഞാൻ ഊഹിച്ച് പറയുന്നതല്ല. അമ്മ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നെ വിശ്വാസം അല്ലെങ്കിൽ വേണ്ട. നിൽക്കുന്ന സ്വന്തം ഭാര്യ, അവരോട് ചോദിച്ചു നോക്ക്. അച്ഛമ്മയോട് ഞാൻ സംസാരിച്ചായിരുന്നു. അറിഞ്ഞ കാര്യങ്ങളെ സത്യം പറഞ്ഞ എന്നെ വല്ലാണ്ട് ഞെട്ടിച്ചു കളഞ്ഞു ഗിരി. ആ വീട്ടില് ഗിരിയുടെ ചുറ്റിനും നിൽക്കുന്നവരിൽ അച്ഛമ്മയല്ലാതെ മറ്റൊരാളും നമ്മൾ കരുതുന്ന പോലെ അല്ല. മതി, നിർത്ത്. ആരെന്ത് പറഞ്ഞാലും എന്റെ അമ്മ എന്നെ ഇട്ടെറിഞ്ഞു പോയ ശേഷം എന്നെ നോക്കി വളർത്തി ഇത്ര എത്തിച്ചത് നിങ്ങൾ ഈ പറയുന്ന അനുരാധ എന്ന സ്ത്രീ തന്നെയാണ്. എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പ്രസവിച്ച എന്റെ അമ്മ എന്നെ ഇട്ടെറിഞ്ഞു പോയതിന്റെ കുറവ് അറിയിക്കാതെയാ ആ അമ്മ എന്നെ വളർത്തിയത്. നിങ്ങൾ അവരിൽ ഈ ആരോപിക്കുന്നതൊന്നും സത്യമാവില്ല, ആവാൻ പറ്റില്ല. ഗിരി, ഇതൊന്നും വെറുതെ പറയുന്ന അല്ല. മഹാലക്ഷ്മി അമ്മ ഇത്രയും കാലം അനുഭവിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിന്നാണ് പ്രതീക്ഷ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ല, നിങ്ങൾ ഈ പറയുന്ന ഒന്നും അല്ല കാര്യം. മറ്റെന്തൊക്കെയോ സത്യങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിലുണ്ട്. സ്വന്തം അമ്മ എന്നെ കളഞ്ഞിട്ട് പോയതിന്റെ കുറവ് അറിയിക്കാതെ എന്നെ വളർത്തി വലുതാക്കിയ ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിനാരും ശ്രമിക്കണ്ട. എന്നെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കളഞ്ഞിട്ട് പോയ ആ സ്ത്രീയെ എനിക്ക് കാണണം. എനിക്ക് അവരോട് സംസാരിക്കണം. അല്ലാതെ മറ്റാരും പറയുന്നത് കേൾക്കാനും വിശ്വസിക്കാനും ഞാൻ തയ്യാറല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.